കാസർഗോഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അറിയാത്ത പലതും പ്രൊഫസർ എം എ റഹ്മാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. കാസർഗോഡ് ആഖ്യാനങ്ങളിൽ അറിയുന്നതും അല്പമറിയുന്നതും തീരെ അറിയാത്തതും ഒക്കെ ആധികാരികമായി. ഇതും പൂർണ്ണമായിട്ടില്ല, ഇനിയും ഒത്തിരി പറയാൻ ബാക്കിയുണ്ട്. കേരള ഭൂപടത്തിന്റെ ഏറ്റവും മുകളിൽ എക്കാലവും മുഖ്യധാരാ ചരിത്രത്താൽ അവഗണിക്കപ്പെട്ട ഒരു മണ്ണ് കാസർഗോഡ്. കേവലം ഒരു അതിർത്തി ജില്ല എന്നതിലുപരി സാംസ്കാരിക വൈവിധ്യത്താൽ സമ്പന്നമായ ഒരു മഹാദേശം. മലയാളം, കന്നഡ, തുളു, മറാഠി, കൊങ്കിണി, ഉറുദു, ബ്യാരി എന്നിങ്ങനെ 7 ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന സപ്തഭാഷാ സംഗമഭൂമി. നരവംശങ്ങളുടെയും ഗോത്രങ്ങളുടെയും ഒരു വലിയ കാഴ്ച ബംഗ്ലാവ് കൂടിയാണ് കാസർഗോഡ്. കൊള്ളയടിക്കപ്പെട്ട ചരിത്രത്തിൽ നിന്നും എൻഡോസൾഫാൻ ദുരിതങ്ങളിൽ നിന്നും ആ ജനത ഉയർത്തെഴുന്നേൽക്കുകയാണ്. വറ്റിയ നദികളിലും വരണ്ട മലയോരങ്ങളിലും അവർ പുതിയ ജീവൻ തിരയുന്നു. കാസർഗോഡ് ആഖ്യാനങ്ങളിലൂടെ എം എ റഹ്മാൻ മാഷ് പറഞ്ഞു വെക്കുന്നത് പല വിഷയങ്ങളാണ്. കാസർഗോഡ് എന്നത് അവഗണിക്കപ്പെടേണ്ട ജില്ലയല്ല എന്നും അതിൽ പറയുന്നുണ്ട്. കാസർഗോഡ് ആഖ്യാനങ്ങൾ എൻ്റെ വളരെ മുമ്പേ ഉള്ള ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ ജനിച്ച നാട് നിൽക്കുന്നത് കാസർഗോഡ് എന്ന ദേശത്താണ്. അതായത് ഏതാണ്ട് 150ഓളം ലേഖനങ്ങൾ ഞാൻ, സാഹിത്യ ലേഖനമല്ല, സ്ഥലപരമായും ചരിത്രപരമായും സാംസ്കാരികമായ ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ലേഖനങ്ങളിൽ നിന്നെല്ലാം വളരെ കാതലായ കാര്യങ്ങൾ പറയുന്ന കുറച്ച് ലേഖനങ്ങളെ ഒന്നിച്ച് ചേർക്കണം എന്നുള്ളൊരാഗ്രഹം ഏതാണ്ട് 50 വർഷം എഴുതിയ ലേഖനങ്ങളാണ് ഇതെല്ലാം. ഇതിൽ നിന്ന് കുറച്ചെണ്ണത്തെ എന്തുകൊണ്ട് കേരളത്തിലേക്ക് കൊടുത്തുകൂടാന്നുള്ള ഒരാശയം വന്നിട്ട് 1975 മുതൽ ഞാൻ BA കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് BA കഴിയുമ്പോൾ പെട്ടെന്നാണ് എനിക്ക് ലാൻഡ് ട്രിബ്യൂണലിലെ കോപ്പീസ്റ്റിൽ ജോലി കിട്ടുന്നത്. അന്ന് ഈ നാട്ടിലെ ആളുകളെല്ലാം ഗൾഫിലേക്ക് പോകുമ്പോഴാണ് ഞാൻ ഈ കോപ്പീസ്റ്റിൽ ജോലിക്ക് പോകുന്നത്. ആ കാലത്ത് ഒരു ക്യാമറയുമായിട്ട് കാസർഗോഡ് അതുപോലെയുള്ള ഗ്രാമങ്ങൾ നോക്കുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഒരു 4 കൊല്ലം കൊണ്ട് ഞാൻ ഏതാണ്ട് 25ഓളം ലേഖനങ്ങൾ കലാകൗമുദിയിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം കൃത്യമായി MA കഴിഞ്ഞതിന് ശേഷം കുറെ കൂടി ദേശങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്ന രീതിയിലുള്ള ഒരുപാട് ലേഖനങ്ങൾ വന്നതോടുകൂടിയാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായത്, ഇവ ഒന്ന് സമാഹരിക്കപ്പെടണം. അപ്പോൾ കുറേ എണ്ണം കൂടിയത് കൊണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനമായത് മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ഇതിലെ 19 ലേഖനങ്ങൾ. അതെല്ലാം തന്നെ നിൽക്കുന്നതിന് കാരണം, ഈ കാസർഗോഡിനെ പറ്റി പറയുമ്പോൾ ഈ മൾട്ടി കൾച്ചറൽ ആയതുകൊണ്ട്, ബഹുസംസ്കാരമായതുകൊണ്ട് ഓരോ സമൂഹത്തിനും അവരുടേതായ കാര്യങ്ങളുണ്ട്. പക്ഷെ കേരളത്തിൻ്റെ മൊത്തം ഭാഗങ്ങളിലെ ആളുകൾക്ക് ആ രീതി, അങ്ങനെ ഒരു രീതിയാണ് കാസർഗോഡ്